മലേഷ്യയിലെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മലേഷ്യ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബാട്ടു കേവ്സ് അല്ലെങ്കിൽ ബത്തു കേവ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഗുഹയ്ക്കകത്തേക്ക്. മലേഷ്യയിൽ നമ്മുടെ ഇന്ത്യക്കാർ നിർമ്മിച്ചിട്ടുള്ള ഒരു അമ്പലമാണ് ശരിക്കും ഈ കേവിനകത്ത് കാണാനുള്ളത്. 42.7 മീറ്റർ ഉയരമുള്ള മുരുകന്റെ വലിയൊരു പ്രതിമയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുക. കോലാലംപൂരിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബാട്ടു കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളെയും അതുപോലെ തന്നെ ധാരാളം ഭക്തജന നമുക്ക് കാണാൻ പറ്റും. ഉണ്ണി പ്രാവിനെ ഓടിച്ചേ, പ്രാവിനെ ഓടിച്ചു വിട്ടേ. ചെല് ചെല് ചെല്, പ്രാവിനെ ഓടിക്ക്. നോക്ക്, ഇവിടെ വന്ന് നമുക്ക് കുറച്ചു നേരം പ്രാവുകൾക്കൊക്കെ തീറ്റ കൊടുത്തതിന് ശേഷം പടികൾ കയറി മുകളിലേക്ക് പോവാം. ഇവിടുന്ന് റീൽസും ഷോർട്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രിയിൽ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇതിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ക്യാമറ നമ്മുടെ ചുറ്റും വട്ടത്ത് കറക്കും. ബാക്കിൽ ഇത്രയും വലിയ ഒരു മുരുകൻ്റെ വിഗ്രഹമൊക്കെ ആയിട്ട് ഒരു അടിപൊളി റീൽസൊക്കെ എടുക്കാം. ഇവിടുന്ന് 272 സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ വേണ്ടിയിട്ട്. ആ സ്റ്റെപ്പുകളൊക്കെ പെയിൻറ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഈ ചുമരും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പെയിൻറ് ചെയ്തിട്ടുള്ളതൊക്കെ കാണാൻ വളരെയധികം അട്രാക്റ്റീവാണ്. നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇവിടെ അത്യാവശ്യം നല്ല കുരങ്ങന്മാരെ കാണാൻ പറ്റും. അവരെ കാണാൻ പറ്റുക മാത്രമല്ല, അവർ നമ്മളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഒരൊറ്റ കുരങ്ങന്മാരെ പോലും കാണാൻ പറ്റിയില്ല. മുരുകൻ തന്നെ കേറിക്കോ ആണ്. ഇനി കുറച്ചുകൂടെ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മുടെ ബാട്ടു കേവ്സിൽ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ ഡാർക്ക് കേവ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഗേറ്റ് കാണാം. പേര് കേൾക്കുന്ന പോലെ തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ മുഴുവൻ ഇരുട്ടാണ്. ഈ ഒരു ഗുഹയ്ക്ക് 2 കിലോമീറ്ററോളം നീളം വരുന്നുണ്ട്. ഇരുട്ട് മൂടിയ ഒരു പേടിപ്പിക്കുന്ന ഒരു ഗുഹ തന്നെയാണ് അത്. എത്തിപ്പോയി. എങ്ങനെയുണ്ട് കയറാൻ? വളരെ നന്നായിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ ഒരുപാട് പടികൾ കയറി നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ച അത് വളരെ ഗംഭീരം തന്നെയാണ്. 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പു പാറകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഗുഹകൾ. തീർത്തും പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഇത്. മെഴുക് ഉരുകി ഒലിച്ച പോലെയുള്ള പാറക്കഷ്ണങ്ങളാണ് നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാനുള്ളത്. എടാ ഇനിയുണ്ടോ കയറാൻ? ഇതാണ് ഒരു 15 മിനിറ്റോടെ നടന്നെത്തും പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തമിഴ് വ്യാപാരികളാണ് ഇവിടെ ഈ ഒരു ആരാധനാലയം നിർമ്മിച്ചത്. എല്ലാ മുരുകന്റെ അമ്പലങ്ങളിലെയും പോലെ തൈപ്പൂയ മഹോത്സവം തന്നെയാണ് ഇവിടെയും വളരെ പ്രധാനപ്പെട്ടത്. ആ ഗുണാക്കേവ് പോലെ അല്ലേ? ഇത് മയിലിനെ കണ്ടോ? മയില് നമ്മൾ പെട്ടെന്ന് തമിഴ്നാട്ടിലൊക്കെ എത്തിയിട്ടുള്ള ഒരു ഫീലൊക്കെ കിട്ടി.
മുഴുവൻ തമിഴ് സംസാരമാണ് നമ്മുടെ ചുറ്റും കേൾക്കാനുള്ളത്. നമ്മുടെ പഴനിയിലൊക്കെ പോലെ തന്നെ ഇവിടെയും ധാരാളം പേര് വന്നിട്ട് തല മൊട്ടടിച്ച് പോകുന്നുണ്ട്. ഇനിയപ്പോൾ നമ്മൾ ബാട്ടു കേവ്സ് നിന്ന് പതുക്കെ പുറത്തിറങ്ങാൻ പോകും. ഒരു പ്രത്യേക തരം അനുഭൂതിയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. മലേഷ്യയിൽ വരികയാണെങ്കിൽ തീർച്ചയായും മിസ് ചെയ്യാൻ പാടാത്ത ഒരു അടിപൊളി സ്ഥലമാണ് ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത മലേഷ്യൻ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.